പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമാകുകയും യമനിലെ ഹൂതി പ്രസ്ഥാനം ചെങ്കടലിലേക്ക് പോരാട്ടം വ്യാപിപ്പിക്കുകയും ചെയ്തതോടെ ആഗോള എണ്ണ വിപണിയും അന്താരാഷ്ട്ര സമുദ്രപാതകളും മുൻപെങ്ങുമില്ലാത്ത വിധം അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന് പിന്നാലെ ബാബ് അൽ മന്ദബ് കടലിടുക്കിലും ചെങ്കടലിലും പിടിമുറുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സൗദി അറേബ്യയുടെ ഇൻസിലിയ, ലൈല എന്നീ പ്രമുഖ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഹൂതി വിമതർ ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളും സായുധ ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുകയുണ്ടായി. ദിസാൻ തുറമുഖത്തിനു സമീപം വെച്ച് ആക്രമിക്കപ്പെട്ട ഇൻസിലിയ ടാങ്കറിന്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടാവുകയും കപ്പലിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തെങ്കിലും ജീവനക്കാരെല്ലാവരും സുരക്ഷിതരാണെന്നും അടിയന്തര സുരക്ഷാ നടപടികൾ സ്വീകരിച്ചതായും സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ മറികടക്കാൻ യാബു തുറമുഖം വഴി എണ്ണ കയറ്റുമതി ചെയ്യാനുള്ള സൗദിയുടെ നീക്കത്തെ തടയാൻ ലക്ഷ്യമിട്ടുള്ള ഈ നാവിക ഉപരോധത്തെ തുടർന്ന് നിരവധിയായ എണ്ണ ടാങ്കറുകൾ സുരക്ഷിത താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിടുകയോ ചെയ്യണം. മറുവശത്ത് അന്താരാഷ്ട്ര സമുദ്രപാതകളുടെ സംരക്ഷണം മുൻനിർത്തി US സെൻട്രൽ കമാൻഡ് ഇറാനിലെ തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങളിൽ തുടർച്ചയായ 12ാം ദിവസം ശക്തമായ വ്യോമാക്രമണം തുടരുകയാണ്. ഇറാനിലെ പ്രധാന തീരദേശ നഗരങ്ങളായ ബുഷഹർ, അഹ്വാസ്, റാംഷീർ, സിരിക് എന്നിവിടങ്ങളിൽ രൂക്ഷമായ സ്ഫോടനങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബുഷഹർ ആണവ നിലയത്തിനു സമീപമുള്ള പ്രധാന പവർ സ്റ്റേഷന് മിസൈൽ ആക്രമണത്തിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി ബന്ധം പൂർണ്ണമായി തടസ്സപ്പെടുകയും ചെയ്തു. ജൂൺ 27 മുതൽ ആരംഭിച്ച അമേരിക്ക ആക്രമണങ്ങളിൽ 3 കുട്ടികൾ ഉൾപ്പെടെ 53ഓളം പേർ കൊല്ലപ്പെട്ടതായും നിരവധിയായ പാലങ്ങൾ, തുരങ്കങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ തകർന്നതായും ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന് നേർക്കുള്ള ഭീഷണികൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുവരെ സൈനിക നീക്കം തുടർന്നു പോകുമെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുമ്പോൾ വാണിജ്യ കപ്പലുകൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇറാന്റെ സിവിൽ അടിസ്ഥാന സൗകര്യങ്ങളും ഭൂഗർഭ ആണവ നിലയങ്ങളും തകർക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ പതുങ്ങില്ലെന്നും കണ്ണിന് കണ്ണ് എന്ന നയത്തിന് അധിഷ്ഠിതമായി തന്നെ തിരിച്ചടി നൽകുമെന്നും ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ യുദ്ധത്തിന്റെ സ്വഭാവം മാറുമായിരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാച്ചി വ്യക്തമാക്കി. പ്രാദേശികമായി തുടങ്ങിയ ഈ സംഘർഷം അതിവേഗമാണ് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുലയ്ക്കുന്ന ഘട്ടത്തിലേക്ക് വളർന്നത്. പ്രധാനപ്പെട്ട 2 വാണിജ്യ പാതകളും യുദ്ധക്കളമായി മാറിയതോടെ ഇൻഷുറൻസ് നിരക്കുകൾ ഉയർന്നതിനെ തുടർന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചതും ആഗോള തലത്തിൽ എണ്ണ ലഭ്യതയെ പ്രതിസന്ധിയിലാക്കുകയും വില വർധനവിന് കാരണമാവുകയും ചെയ്തു. അതേസമയം യുദ്ധ ആവശ്യങ്ങൾക്കായി $1.3 ട്രില്യൺ ബൃഹത്തായ പ്രതിരോധ ചെലവുകൾക്ക് US ജനപ്രതിനിധി സഭ അംഗീകാരം നൽകുകയും ഇതിൽ $37 ബില്യണിലധികം ഇതിനകം ചെലവഴിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ സുപ്രധാന ധമനികളായ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഒരേ സമയം ഉപരോധത്തിലാകുന്നത് ലോകരാഷ്ട്രങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളിൽ ഇരുഭാഗങ്ങളും കർശന നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്.